നമ്മൾ എത്ര കൊണ്ട് ശ്രമിച്ചാലും ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം എന്ന് പറയുന്നത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ന് കോടതിയുടെ ഒരു റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് ആ ഒരു സത്യമായിരുന്നു. പറഞ്ഞു വന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പും പ്രാഥമിക അംഗത്വ പട്ടികയും ഇന്ന് കോടതി റദ്ദാക്കി. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന പരാതി പരിഗണിച്ചാണ് മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടെ നടപടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഹർജിക്കാരന് കോടതി ചിലവ് നൽകണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. അതായത് എത്ര മറക്കാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടം ചെയ്ത വ്യാജം എന്തൊക്കെ കാര്യങ്ങളാണോ, കള്ളത്തരങ്ങൾ എന്താണോ, അതെല്ലാം ഇന്ന് കോടതിയുടെ മുമ്പിൽ തെളിവായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. സമഗ്രമായ റിപ്പോർട്ട് കണ്ടുവരാം. 2023 നടന്ന യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പും അംഗത്വ വിതരണവും സംഘടനയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് നടന്നതെന്ന് ചൂണ്ടിക്കാട്ടി 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയിലാണ് മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച വ്യാജ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. 3 ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തരം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ചേർത്തുവെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ആവശ്യം അംഗീകരിച്ച കോടതി പ്രാഥമിക അംഗത്വ പട്ടികയും അതുപയോഗിച്ച് നടത്തിയ സംഘടനാ തെരഞ്ഞെടുപ്പും അസാധുവാക്കി ഉത്തരവിട്ടു. കേസിലെ 1ഉം 2ഉം പ്രതികളായ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഹർജിക്കാർക്ക് കോടതി ചെലവ് നൽകണമെന്നും ഉത്തരവിലുണ്ട്. ഹർജിക്കാർ ഹാജരാക്കിയ ഭരണഘടന നിലവിലില്ലെന്നും പുതിയ ഭരണഘടന യൂത്ത് കോൺഗ്രസിനുണ്ടെന്നും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ വാദിച്ചു. എന്നാൽ പുതിയ ഭരണഘടന ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന അഭിഭാഷകൻ കൂടിയായ ആബിദ് അലിയായിരുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം സസ്പെൻഡ് ചെയ്തയാളാണ് ആബിദ് അലി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ഷൻ ID കാർഡ് വ്യാജമായി നിർമ്മിച്ചതിന് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. കൈരളി ന്യൂസ്, കൊച്ചി.